അല്ല 5 വർഷത്തെ പ്രണയം ഉണ്ടായിരുന്നു. 5 വർഷം കോളേജ് ലൈഫില്. അതില് ചേട്ടാ ഇത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകണം, അല്ല മറക്കരുതേ. ആള് തന്നെയാണ് ഇപ്പൊ വീട്ടിലുള്ളത്. ആ കഥയാണ് അപ്പോ ഇൻട്രസ്റ്റിംഗ്. അത് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാള് നമ്മുടെ ഹരിയുടെ അച്ഛനായിരുന്നു. ഞാൻ വിചാരിച്ചു ഹരിയുടെ അച്ഛൻ ശ്രീകുമാർ സാറായിരുന്നു. ശ്രീകുമാർ സാറിന് അറിയായിരുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്ത്. സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആരും അറിയാതെ. അതാണ് സാർ അധ്യാപകനാണ്. ആരും അറിയാതെ. അടിപൊളി അച്ഛനായിരുന്നു അല്ലേ? ഇടലോ അച്ഛനെ ഭയങ്കര. ഈവൻ ഞാനും അത് ഭയങ്കര ഓപ്പൺ ആണ് അച്ഛനുമായിട്ട്. എന്തും ഡിസ്കസ് ചെയ്യാം. അതെന്നുവെച്ചാ എന്ത് മറ്റേ തല പോകുന്ന കേസാണെങ്കിലും അച്ഛനടുത്ത് പോയി ഓപ്പൺ ആയിട്ട് അച്ഛൻ ഒരു കാര്യം പറയാനുണ്ട്, ഇരി. അതുപോലെ തന്നെ ഞങ്ങളായിരുന്നാലും സ്റ്റുഡൻസ് ആയിരുന്നാലും സാർ ഒരു കാര്യം പറയാനുണ്ട്, പറ. എന്ത് പ്രശ്നങ്ങളും സാറിന്റെ അടുത്ത് അതിനുള്ള സോൾവ് ചെയ്യാനുള്ള സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്ത് തരും സംവിധാനം ഉണ്ട്. അപ്പോ 5 വർഷത്തെ പ്രണയം കഴിഞ്ഞ് കല്യാണം കഴിച്ചു. ഇപ്പൊ സുഖമായിട്ട് ഞങ്ങൾ ജീവിക്കുന്നു. ഞാൻ എല്ലാരെയും വാച്ച് ഒരാളിരുന്ന് ആലോചിക്കുന്നു. ഓർക്കുന്നു. ഉണ്ണിച്ചേട്ടാ എന്താ ആലോചിച്ചേ? പ്രേമം ഉണ്ടായിരുന്നു. 8 വർഷം പ്രേമിച്ചു. 5 വർഷം പ്രേമം ഞങ്ങള് ഈ പറയുന്ന പോലെ ആരും അറിയാതെ കൊണ്ട് നടന്നു. 5-ാമത്തെ വർഷം പുള്ളിക്കാരുടെ വീട്ടിൽ പിടിച്ചു. 3 വർഷം ഫുള്ള് സ്ട്രഗ്ലിംഗ് ആയിരുന്നു. 8-ാമത്തെ വർഷം ഇപ്പൊ വേറെ സാഹചര്യം ഇല്ലാന്ന് എത്തുമ്പോ കെട്ടിച്ചു വന്നു. സന്തോഷമായിട്ട് ജീവിക്കും. സൂപ്പർ. ഒരു കഥ പറയാനുണ്ട് എനിക്ക്. കഴിഞ്ഞില്ല, ചിരിക്കരുതാരും. ഇല്ല. വൈഫിന്റെ വീട് കാഞ്ഞങ്ങാടാണ്. അപ്പോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവള് ട്രെയിനിൽ ഇവിടുന്ന് പോകും. അപ്പൊ ഞാൻ ഈ ട്രെയിനുമായിട്ടൊക്കെ പരിചയമായി വരുന്നേ ഉള്ളൂ മ്യൂസിക് കോളേജിൽ വന്നതിന് ശേഷം. അപ്പൊ ഞാൻ ജനറൽ കമ്പാർട്ട്മെന്റില് അവളുടെ കൂടെ കണ്ണൂരേക്ക് പോകും. കാഞ്ഞങ്ങാടാണ് ആളുടെ വീട്. കണ്ണൂരെത്തുമ്പം ടാറ്റയൊക്കെ പറഞ്ഞ് ഞാൻ ഇറങ്ങും. അവിടെ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് നേരെ പ്ലാറ്റ്ഫോം മാറി അടുത്ത ട്രെയിനിൽ കയറി തിരുവനന്തപുരത്ത് വരും. അയ്യോ, ഇങ്ങനെയായിരുന്നു വെക്കേഷൻ. അത് കേരളത്തിന്റെ ഇങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം വരെ. സമയം ഒന്നുമില്ല. അവിടെ ഒരു 10 മിനിറ്റ് ഒരു ചായ കുടിക്കുന്നു, ടിക്കറ്റ് എടുക്കുന്നു, അടുത്ത പ്ലാറ്റ്ഫോമിൽ കയറുന്നു, അടുത്ത ട്രെയിനിൽ തന്നെ തിരിച്ച് തിരുവനന്തപുരം. സ്പെഷ്യൽ അല്ലേ? ആഴ്ചയിലാണോ മാസത്തിലാണോ? മാസത്തില്. അങ്ങോട്ട് പോകുമ്പോ രസമാണ്, ഇങ്ങോട്ട് വരുമ്പോ തിരിച്ച് ചായ ഇല്ല, ഒന്നുമില്ല. എങ്ങനെയെങ്കിലും അങ്ങ് എത്തിയാ മതി. ഇങ്ങോട്ട് വരുമ്പോ മധുരം ജീവാമൃത ബിന്ദു. ഓക്കെ, അപ്പൊ അങ്ങനെ കുറെ പ്രണയ കഥകൾ കേട്ടു.